രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിലെ എല്ലാ സാധാരണക്കാരനും വേണ്ടിയുള്ള ഓഫീസാണ്. ഞങ്ങള് ഇവിടുത്തെ പത്രക സുഹൃത്തുക്കളോട് കയറ്റിയ ഒരു അഭ്യർത്ഥന, അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്. ഇതവിടുത്തെ ഈ ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. കേരളത്തിലെ ഏത് സാധാരണ വ്യക്തിക്കും ഇവിടെ വരാം. അവരുടെ ഏത് ആവശ്യങ്ങളും അവർക്ക് സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഒക്കെ എന്ത് സഹായമാണോ ലഭ്യമാക്കേണ്ടത് അതിനെല്ലാം സഹായം ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഇവിടെ ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ ആരും എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ബാല്യകാലത്തിൽ കർമ്മം നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിലും ഒരു സാമൂഹ്യ ഐക്യത്തിന്റെ ഒരു സാമൂഹ്യ നീതിയുടെ എല്ലാം ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു ബാല്യകാലത്തിൽ ചടങ്ങ് നമ്മൾ വെച്ചിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു, ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക മൊഴി BJP പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇക്കാര്യം ഞാൻ പറയും, ഒരു പരിഹാസ രൂപേണാണ് അവരന്ന് ചോദിച്ചതെങ്കിലും വൈകാതെ കേരളത്തിൽ BJPക്ക് മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി. പിന്നീട് വന്ന പ്രവർത്തകരാണ് കുറച്ചുകൂടി പെട്ടെന്ന് ഈ പഴയ കമ്മിറ്റി തന്നെ നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിവേഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യാലയം നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കേരളത്തിലെ ഓരോ BJP പ്രവർത്തകന്റെയും വീടാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചത് വീട്ടിൽ നടക്കുന്നത് പോലെ ചടങ്ങുകളാണ് പാർട്ടി ഓഫീസിൽ നടക്കുന്നത്. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ എല്ലാം ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ BJP പ്രവർത്തകരുടെയും തീർച്ചയായിട്ടും അവരുടെ അനുഭാവികളുടെയും ഒക്കെ ഒരു വീടാണ്. നമുക്ക് എപ്പോൾ വന്നാലും താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിലെ എല്ലാ സാധാരണക്കാരനും വേണ്ടിയുള്ള ഓഫീസാണ്. ഞങ്ങള് ഇവിടുത്തെ പത്രക സുഹൃത്തുക്കളോട് കയറ്റിയ ഒരു അഭ്യർത്ഥന, അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്. ഇതവിടുത്തെ ഈ ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. കേരളത്തിലെ ഏത് സാധാരണ വ്യക്തിക്കും ഇവിടെ വരാം. അവരുടെ ഏത് ആവശ്യങ്ങളും അവർക്ക് സർക്കാരിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഒക്കെ എന്ത് സഹായമാണോ ലഭ്യമാക്കേണ്ടത് അതിനെല്ലാം സഹായം ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഇവിടെ ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇപ്പം BJP സംസ്ഥാന കാര്യാലയത്തിൽ ചെറിയ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല നിലയിൽ നമുക്ക് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ലളിതമായ ചടങ്ങുകളാണ് നമ്മളിവിടെ നടത്തിയത്. അതിലും ചില പ്രാധാന്യങ്ങളുണ്ട്. ഇന്ന് രാവിലെ മുതൽ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഇന്ന് ഇവിടുത്തെ പൂജാവിധികളെല്ലാം നടന്നത്. പൂജാവിധികൾ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തന്ത്രവിദ്യാപീഠത്തിന്റെ ഡയറക്ടറാണ്. ആലുവയിലെ തന്ത്രവിദ്യാപീഠം കേരളത്തിലെ ജനങ്ങൾ അറിയുന്നവർക്ക് അറിയാം, അതൊരു വലിയ വിപ്ലവം നടത്തിയിട്ടുള്ള, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഒരു നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള വിപ്ലവം നടത്തിയിട്ടുള്ള ബാല്യ വിളംബരം കേട്ടിട്ടുണ്ടാവും. അതിന് സ്വർഗീയ മാധവജി, നമ്മുടെ എല്ലാം പ്രേരണ സ്രോതസ്സായിരുന്ന സ്വർഗീയ മാധവജിയുടെ അനുഗ്രഹാശിസുകളോടെ അദ്ദേഹം നടത്തിയ മുൻകൈയെടുത്ത് നടത്തിയ എല്ലാവർക്കും പൂജ ചെയ്യാനുള്ള അവസരമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ജാതിക്ക് അതീതമായ എല്ലാ സമാജത്തിലുള്ളവർക്കും പൂജ പഠിക്കാനും തന്ത്രവിദ്യ പഠിക്കാനും അതുവഴി പൂജ ചെയ്യാനുള്ള അവകാശം സ്ഥാപിക്കാൻ നമുക്കെല്ലാം അറിയാം. ഹൈക്കോടതി വിധിയിലൂടെ ശ്രീധരന്റെ മകൻ ശ്രീ രാജേഷിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു വിപ്ലവം നമുക്ക് എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കിട്ടിയിരുന്നെങ്കിലും എല്ലാവർക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള അവകാശം ഇവിടെ ഒരു വിപ്ലവ പാർട്ടിയോ ഒരു സർക്കാരല്ല ഒരുക്കി കൊടുത്തത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് അങ്ങനെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം എന്നുള്ള ഒരു വലിയ വിപ്ലവം നടത്തിയത്. അവിടുത്തെ ഡയറക്ടർ തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിതാർത്ഥ്യം നൽകുന്നത്. മറ്റൊന്ന്, ഇവിടെ ഇന്ന് പാലുകാച്ചൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടമലക്കുടിയിലെ നമ്മുടെ വനവാസി സഹോദരി മുതൽ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആരും എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ബാല്യകാലത്തിൽ കർമ്മം നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിലും ഒരു സാമൂഹ്യ ഐക്യത്തിന്റെ ഒരു സാമൂഹ്യ നീതിയുടെ എല്ലാം ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു ബാല്യകാലത്തിൽ ചടങ്ങും നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഈ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇന്ന് ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം ഒരു കാര്യം വെച്ചാൽ വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ ചടങ്ങുകളെല്ലാം വെച്ചത്. അതുപോലെ
വിവിധ ക്ഷേത്ര സംഘടനകളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരെ നമുക്ക് ഇനിയും ധാരാളമായിട്ട് ക്ഷണിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്നും 1-2 പേരെയൊക്കെയാണ് നമുക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓർമ്മിക്കേണ്ട ചില പേരുകൾ, പ്രത്യേകിച്ചും നമ്മുടെ KP മൂന്തേട്ടൻ സംഘടനാ സെക്രട്ടറി ആയി മാറിയതിനു ശേഷം അദ്ദേഹം ഈ സമയത്ത് തന്നെയാണ് കടന്നു വരുന്നത്. നമ്മുടെ ഉമാകാന്തൻജി ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ദീർഘകാലം കേരളത്തിലെ ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ രൂപവും ഭാവവും സംഘടനാപരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാക്കുന്ന ഒരു കാലത്ത്, ഒരു 4-5% വോട്ട് ഉണ്ടായിരുന്ന ഒരു കാലത്ത് പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായി ചുമതലയേറ്റ് ആ കാലത്ത് ഒരു 7-10 വർഷം നമ്മുടെ കൂടെ പ്രവർത്തിച്ച മാന്യ ഉമാകാന്തൻജിയുടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും, കേരളത്തിലെ ഓരോ BJP പ്രവർത്തകരും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന മാന്യ ഗണേഷ് ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്തുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അദ്ദേഹത്തിന് വയനാട്ടിലോ മറ്റോ എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം വരുന്നില്ല. ഇന്ന് വരുന്നില്ല, അടുത്ത ദിവസം വരാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത്. കാരണം ഇത്രയും വർഷത്തെ ഒരു പരിശ്രമം, നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു ഓഫീസ് പണിയണമെന്നുള്ള ഇത്രയും വർഷത്തെ ഒരു പരിശ്രമം തീർച്ചയായിട്ടും അത് അവരുടെ എല്ലാം മാർഗദർശനത്തിലൂടെ എത്രയോ ബലിദാനികൾ നമുക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അവരെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. കേന്ദ്രത്തിലെയും കേരളത്തിലെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഇങ്ങനെയുള്ള ഒരു സംരംഭം ഇവിടെ ഉയർന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഒരു അംശം കൂടിയാണ് കേരളത്തിലെ മാരാർജി ഭവൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെല്ലാവരുടെയും ഒരു വീടാണ്. ഇവിടെ ഈ ഇത്രയും വലിയൊരു പ്ലാൻ നമ്മള് മാധ്യമങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു. ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക മുറി BJP-കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഒരു പരിഹാസ രൂപേണാണ് അവർ അന്ന് ചോദിച്ചതെങ്കിലും വൈകാതെ കേരളത്തിൽ BJP-ക്ക് മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പുതിയ കേരളം, മോദിയുടെ ഗ്യാരണ്ടി, അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ശ്രീ നരേന്ദ്രമോദി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത, അദ്ദേഹത്തിനുള്ള സ്വീകാര്യത നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും പുതിയ കാര്യാലയം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ മറ്റ് ധാരാളം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം